നമസ്കാരം. ഈ കഴിഞ്ഞുപോയ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ കോൺഗ്രസ് ഉയർത്തിയിരുന്നത് മുദ്രാവാക്യം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. അതായത് BJP സർക്കാർ വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയാണ്, ഞങ്ങൾക്ക് അധികാരം തരികയാണെങ്കിൽ ഞങ്ങളിവിടെ ഒരു സ്നേഹത്തിൻ്റെ കട തുറക്കും എന്നാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്. കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അതെങ്ങനെ എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് വലിയ രീതിയിലുള്ള ഇസ്ലാമിക പ്രീണനം അവിടെ അവർ നടത്തി. മുസ്ലിം മത തീവ്രവാദ സംഘടനകളോട് അവർ ഉദാര സമീപനം സ്വീകരിച്ച് അവർക്ക് പല വാഗ്ദാനങ്ങളും നൽകി. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം പോലും ഇപ്പോൾ കർണാടകയിലെ പോലെ തന്നെ കേന്ദ്രത്തിലും UPA സർക്കാർ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നാൽ നീക്കുമെന്നുള്ള വാഗ്ദാനങ്ങൾ പോലും നൽകി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കറിയാം കർണാടകയിൽ ഹിജാബ് വിവാദം കത്തി നിൽക്കുകയായിരുന്നു. യൂണിഫോമുള്ള അല്ലെങ്കിൽ ഡ്രസ് കോഡുള്ള ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ഉപയോഗിക്കുന്നതിനെതിരെ അവിടുത്തെ മാനേജ്മെൻറ്റുകൾ നൽകിയ ആ നിർദ്ദേശം ഭരണഘടനാ വിരുദ്ധമാണെന്ന് വരെ വാദിച്ചുകൊണ്ട് മുസ്ലിം മതമൗലികവാദ സംഘടനകൾ രംഗത്ത് വരികയും തെരുവിൽ വലിയ കലാപം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത കാലം നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് BJP സർക്കാരാണ് ഭരിക്കുന്നത്. മാത്രമല്ല അവർക്ക് കോടതിയിൽ ഹിജാബ് ധരിക്കാനുള്ള അനുവാദം വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ ഈ തീവ്രവാദ സംഘടനകൾ പോയി. പക്ഷേ അവർക്കൊന്നും എല്ലാ കോടതികളിൽ നിന്നും തിരിച്ചടിയാണ് ഉണ്ടായത്. നിയമം അല്ലെങ്കിൽ കോടതികൾ ഈ ഒരു വാദത്തെ അംഗീകരിച്ചില്ല എന്ന് നമുക്കറിയാം. അന്നു മുതൽ തന്നെ BJP സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഗൂഢാലോചന കർണാടകയിൽ നടന്നിരുന്നു. ഇങ്ങനെ അസംതൃപ്തരായ ഇസ്ലാമിസ്റ്റ് മതമൗലികവാദ ഗ്രൂപ്പുകളെ ഒപ്പം നിർത്തിയാണ് കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ അധികാരത്തിൽ വന്നത് എന്ന് നമുക്കറിയാം. ഈ രീതിയിൽ പിന്നീട് സ്നേഹത്തിൻ്റെ പൂങ്കാവനമായിരിക്കും അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കടയായിരിക്കും കർണാടക എന്നൊക്കെ പറഞ്ഞ കർണാടകയിൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 2 ദിവസം മുന്നെയാണ് ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ കാറിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൻ്റെ വാർത്തയാണ് വരുന്നത്. ദേവനാഗരി ജില്ലയിലാണ് ഈ ഒരു സംഭവം നടന്നത്. അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ആ പ്രദേശത്ത് നമുക്കറിയാം ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കണ്ണും പൂട്ടി സമ്മതം മൂളുകയായിരുന്നു സിദ്ധരാമയ്യ ഭരണകൂടം എന്ന് നമുക്കറിയാം. സിദ്ധരാമയ്യയാണ് അവിടെ മുഖ്യമന്ത്രിയെങ്കിലും ഭരണത്തിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് DK ശിവകുമാറാണ്. കർണാടകയിൽ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും എല്ലാം അന്തിമ മുഖം അല്ലെങ്കിൽ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും എല്ലാം അധികാരങ്ങൾ കേന്ദ്രീകരിച്ചത് DK ശിവകുമാറിലാണ്. പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനവും സംസ്ഥാന ഘടകത്തിൻ്റെ അധ്യക്ഷ സ്ഥാനവും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും എല്ലാം ഒരുമിച്ച് കൈയാളുകയാണ്. ഉപമുഖ്യമന്ത്രിക്കാകട്ടെ നിരവധി വകുപ്പുകളുടെ ചുമതലയുണ്ട്, ആഭ്യന്തരം ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഭരണകാലത്ത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ അവിടെ എല്ലാവിധ സ്വാതന്ത്ര്യവും അനുഭവിക്കുകയാണ്. അവർക്ക് നേരെ നിയമ നടപടികൾ എടുക്കാൻ പോലും പലരും ധൈര്യപ്പെടുന്നില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം രാത്രി ദേവനാഗരി ജില്ലയിൽ നടന്ന സംഭവം. അവിടെ ഒരു ചീട്ടുകളിക്കാരനെ അല്ലെങ്കിൽ അവിടെ വാതുവയ്പ് കേന്ദ്രം നടത്തിയിരുന്ന ഒരു വ്യക്തിയെ, ആദിൽ എന്ന ഒരു 30 വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇയാൾ കസ്റ്റഡിയിൽ മരിക്കുന്നു. അതാണ് ഈ തീവ്രവാദികളെ സ്വാധീനിച്ചത്. ഒരു വലിയ മുസ്ലിം സമൂഹം തന്നെ ഒന്നായി സ്റ്റേഷനിലെത്തുകയും സ്റ്റേഷൻ ആക്രമിക്കുകയും നിരവധി പോലീസുകാർക്ക് പരിക്കേൽക്കുകയും വാഹനങ്ങൾ തല്ലിത്തകർക്കുകയും പോലീസ് വാഹനങ്ങൾ തീയിടുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഈ ജില്ലയിൽ ഉണ്ടായത്. തീർച്ചയായും ഇസ്ലാമിക മതമൗലികവാദ സംഘടനകൾക്കും അതിലെ പ്രവർത്തകർക്കുമെതിരെ ചെറുവിരൽ പോലും അനക്കാൻ കർണാടക പോലീസ് ഇന്ന് ധൈര്യപ്പെടുന്നില്ല. ഏതെങ്കിലും രീതിയിലുള്ള സാമൂഹ്യ വിരുദ്ധരെ ജയിലിലടയ്ക്കുകയോ മറ്റോ ചെയ്താൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിരിച്ചടികൾക്ക് അവർ വിധേയരാവുകയാണ്. അവിടെ വലിയ രീതിയിലുള്ള ക്രിമിനൽ സംഘം രൂപപ്പെട്ടിരിക്കുന്നു. ഇവർ സാമൂഹ്യ വിരുദ്ധരായി മാറിയിരിക്കുന്നു. ചീട്ടുകളി അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള സാമൂഹിക വിരുദ്ധ സ്വഭാവങ്ങൾ ഇതെല്ലാം അവർ വലിയ പ്രശ്നമായി തീർന്നിരിക്കുകയാണ്. പക്ഷേ പോലീസിന് ഇത് കസ്റ്റഡിയിലെടുക്കാനുള്ള അല്ലെങ്കിൽ പോലീസിന് നടപടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല.
പോലീസും ഒരു വലിയ വീഴ്ച തന്നെയാണ് പ്രതി കസ്റ്റഡിയിൽ മരിക്കുക എന്നുള്ളത്. അതും ഇവിടെ സംഭവിച്ചിരിക്കുന്നു. മൊത്തത്തിൽ ആഭ്യന്തര വകുപ്പിനെ വലിയ പ്രശ്നമാണ്, വലിയ പ്രതിസന്ധിയാണ് കർണാടകയിൽ നേരിടുന്നത്. ഇത് തീർച്ചയായും സ്നേഹത്തിൻ്റെ കട വാഗ്ദാനം ചെയ്ത ഒരു സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളിൽ ഒന്നു മാത്രമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.